ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറ്റാലം മെയിൻ ഫാൾസിൽ നിന്നും ഫൈവ് ഫാൾസിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വാഹനം പാർക്ക് ചെയ്ത ശേഷം മുന്നോട്ട് പോകുകയാണ്. അപ്പോൾ ഈ പ്രദേശങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള മിക്ക ഫ്രൂട്ട്സുകളും ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മെയിൻ ഫാൾസിൽ നമ്മൾ നേരത്തെ പോയപ്പോൾ വെള്ളമില്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മളിവിടെ ഫൈവ് ഫാൾസിലേക്ക് വന്നത്. കുളിക്കാൻ വേണ്ടിയിട്ടാണ് ഫൈവ് ഫാൾസിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെയും പോയി നോക്കിയാലേ അറിയാമോ വെള്ളം എങ്ങനെയാണ് എന്ന്. നോക്കിയതിന് ശേഷം തിരിച്ച് വന്ന് ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് കരുതി. ഇവിടെ ആവില്ല, ഇവിടെ അത്രയും കാണൂല, ഇവിടെ നല്ല കൊണ്ടുവരണം അവർ. ഇപ്പോൾ മെയിൻ ഫാൾസിലുള്ളതുപോലെ തന്നെ ഇവിടെയും പേരും അഡ്രസ്സും ഒക്കെ എഴുതിയെടുത്ത് ഹീറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളിരിപ്പുണ്ട്. അവർ മാസ്കൊക്കെ താഴ്ത്തി വെച്ച് അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഇവിടെയും മാസ്ക് ഒന്നും നിർബന്ധമല്ല, പക്ഷേ ഞങ്ങൾ മാസ്ക് ധരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെയും ഒരു ചെറിയൊരു ക്ഷേത്രം ഇവിടെയും ഉണ്ട്. അപ്പോൾ അതാണ് ഈ വല സൈഡിൽ കണ്ടത്. മെയിൻ ഫാൾസിലെ പോലെ തന്നെ ഫൈവ് ഫാൾസിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം സ്ഥലങ്ങളാണ് കുളിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് പോകാനുള്ള വഴിയും രണ്ടും സെപ്പറേറ്റ് ആണ്. അപ്പോൾ നമുക്ക് പോകേണ്ടത് ഈ വഴിയെ കൂടെയാണ്. അപ്പോൾ ഇവിടെയും പോലീസുകാരുണ്ട്, ഒന്നിൽ കൂടുതൽ പേര് ഇവിടെയും നിൽപ്പുണ്ട്. ഇവിടെ ഫൈവ് ഫാൾസിൽ അത്യാവശ്യം വെള്ളമുണ്ട്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുമുണ്ട് ഇവിടെ കുളിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ജെൻസിനുള്ള സ്ഥലം. അതിൻ്റെ തൊട്ട് ഇടത് സൈഡിലായിട്ടാണ് ലേഡീസിന് കുളിക്കാനായിട്ട് ഒരുക്കി കൊടുത്തിരിക്കുന്ന സ്ഥലം. രണ്ട് പേരും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു വേലി അവർ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത്. വെയിറ്റ് ചെയ്താണ് ആൾക്കാർ കുളിക്കുന്നത്. കുറച്ച് പേര് കുളിച്ച് മാറിക്കൊടുത്ത ശേഷം മറ്റുള്ളവർ കുളിക്കുന്നു. ആ രീതിയിലാണ് ഇവിടെ കുളിക്കുന്നത്. നമ്മുടെ റിച്ചു കുളിച്ചിട്ട് ആ ഓടി വരുവാണ് കേട്ടോ അടുത്തേക്ക്. കുളിച്ചിട്ടോ? ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി തിരിച്ച് മറ്റൊരു വശത്തു കൂടെ കാറിനടുത്തേക്ക് പോകുകയാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണിത്. നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഫൈവ് ഫാൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ മെയിൻ ഫാൾസിൽ വന്നിട്ട് പോകാറാണ് പതിവ്. ഇന്ന് വെള്ളമില്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഫൈവ് ഫാൾസിലേക്ക് വന്നത്. ആദ്യമായിട്ടാണ് ഇവിടെ ഫൈവ് ഫാൾസിൽ ഞങ്ങൾ വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്.
വാട്ടർഫാൾസ് എത്തി ചെറുതാണ് എങ്കിലും വെള്ളമൊക്കെ അത്യാവശ്യമുണ്ട്. ഇനി തിരിച്ച് കാറിനടുത്തേക്ക് പോകുവാണ്. ഇപ്പോൾ 5 ഫാൾസ് അല്ലെങ്കിൽ ഓൾഡ് ഫാൾസ് എന്നും ഇവിടെ പേരുണ്ട് ഇതിന്. അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, കാറിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിച്ച് കൂട്ടാൻ ഇതാ ഇരിക്കുവാണ്, ഊത്തൊക്കെ എടുത്ത് ചൂതാൻ കണക്കാക്കി. അപ്പോൾ ഇവിടുന്ന് നേരെ ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് തിരിക്കുവാണ്. ഇനി പോകുന്ന വഴിക്ക് ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.